മന്ത്രി ഇത് സംബന്ധിച്ച് ഒരു പ്രതികരണം പോലും നടത്താതെ അനർത്തിലെ അഴിമതികൾ മൂടിവെക്കാനാണ് വൈദ്യുതി മന്ത്രി ശ്രമിച്ചിട്ടുള്ളത്. തമ്പാനൂരിലെ സ്വകാര്യ ഹോട്ടലിൽ സഹോദരങ്ങളെ മരിച്ച നിലയിൽ കണ്ടെത്തി. മഹാരാഷ്ട്ര പൂനെ സ്വദേശികളെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം പോലീസ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. മഹാരാഷ്ട്ര പൂനെ സ്വദേശികളായ സഹോദരങ്ങൾ മുക്ത കോന്തിബ ബാമെ എന്ന സ്ത്രീയും കോന്തിബ ബാമെ എന്ന പുരുഷനുമാണ് മരിച്ചത്. ഹോട്ടലിൽ നിന്നും ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചു. തൊഴിലില്ലെന്നും അനാഥരാണെന്നും ആത്മഹത്യ ചെയ്യുന്നുവെന്നും കുറിപ്പിൽ പറയുന്നു. ബന്ധുക്കൾ ആരെങ്കിലും വന്നാൽ മൃതദേഹം വിട്ടു നൽകരുതെന്നും കുറിപ്പിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇരുവരും ഹോട്ടലിൽ റൂം എടുത്തത്. രാവിലെ മുറി തുറക്കാത്തത് ശ്രദ്ധയിൽപ്പെട്ട ഹോട്ടൽ ജീവനക്കാരനാണ് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചത്. തുടർന്ന് പോലീസ് എത്തി വാതിൽ പൊളിച്ച് അകത്ത് കയറിയപ്പോഴാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിശദമായ അന്വേഷണത്തിന് ശേഷം കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താമെന്ന് DCP അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. കോഴിക്കോട് താമരശ്ശേരിയിൽ മകന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ മകൻ ആഷിഖിന്റെ മൊഴി പുറത്ത്. തനിക്ക് ജന്മം നൽകിയതിനുള്ള ശിക്ഷയെന്ന പ്രതി ആഷിഖ് പറയുന്നു. വിവരങ്ങൾ അഭിന പങ്കുവയ്ക്കും. അഭിന, താമരശ്ശേരിയിൽ മകന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇപ്പോൾ മകൻ ആഷിഖിന്റെ മൊഴിയാണ് പുറത്ത് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രതിയുടെ വിശദമായ ചോദ്യം ചെയ്യൽ ആരംഭിച്ചോ? അതോടൊപ്പം തന്നെ അമ്മയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായോ? വൃന്ദ, പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ ഏകദേശം പൂർണ്ണമായ നിലയിൽ തന്നെയാണ് എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ ആഷിഖിന്റെ മെഡിക്കൽ പരിശോധന ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആഷിഖിന്റെ നഖം, അതുപോലെ തന്നെ മുടി തുടങ്ങിയവയാണ് ഫോറൻസിക് ലാബിലേക്ക് കൊണ്ടുപോയി